ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ആരെയെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് നാള് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്യാൻ പാടില്ലാത്ത 6 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പരസ്പരം ഇഷ്ടത്തിലായി, നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ പതിയെ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ഒക്കെ കുറഞ്ഞു വരും. കാരണം അവൻ എൻ്റെ സ്വന്തമല്ലേ, അല്ലെങ്കിൽ അവളെൻ്റെ സ്വന്തമല്ലേ, ഞാനിപ്പോൾ ഇത് അവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് തമാശ രീതിയിലല്ലേ എടുക്കുക എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കേണ്ട. ഈ അപ്രീസിയേഷൻ എന്ന് പറയുന്നതും കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതും നന്ദി പറയുന്നതും ഒക്കെ എല്ലാവർക്കും എപ്പോഴും പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എത്ര അടുത്ത് കഴിഞ്ഞാലും ആ കാര്യങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത് എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്? അപ്രീഷിയേറ്റ് ചെയ്യുക, കോംപ്ലിമെൻ്റ് ചെയ്യുക, നന്ദി പറയുക. ഇത് എത്ര ബോണ്ടിങ് വന്നു കഴിഞ്ഞാലും നിർത്തരുത്. ഓക്കെ, രണ്ടാമത്തെ കാര്യത്തിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനുള്ള സൊല്യൂഷൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ വിഷയത്തിലോട്ട് വരാം. ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് വീണ്ടും സംസാരിക്കാതിരിക്കുക. അത് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആണെങ്കിൽ കൂടി, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ തമ്മിൽ കുറച്ച് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇന്നിങ്ങനെ ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ആ പ്രസന്റിനെ സ്പോയിൽ ചെയ്യാതിരിക്കുക, നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെയുള്ള നമ്മുടെ ആ ഒരു മൊമെന്റ്സ്, ഹാപ്പി മൊമെന്റ്സ് നഷ്ടപ്പെടുത്താൻ ഈ പാസ്റ്റിനെ പ്രസന്റിലോട്ട് കൊണ്ടുവരുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അവരുടെ പാസ്റ്റ് എന്തെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പാടില്ല, പക്ഷെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷെയർ ചെയ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും അത് പ്രസന്റിലോട്ട് കൊണ്ടുവന്ന് അതിനെപ്പറ്റി സംസാരിച്ച് വഴക്കിടാതിരിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പാസ്റ്റിനെ പ്രസന്റിലോട്ട് ഒരിക്കലും കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും. ഇനി മൂന്നാമതായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പരസ്പരം സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, കാമുകി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് പറയുകയാണ്, എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറയുകയാണെങ്കിൽ, നീ ജോലിക്കൊന്നും പോകണ്ട, എനിക്ക് അത്യാവശ്യം വരുമാനമുള്ള ജോലിയല്ലേ, നിന്നെ ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. എല്ലാവരെയും അല്ല പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ആ സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്, സ്വന്തമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായി ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു സെൽഫ് എസ്റ്റീം ആണ്, അവരുടെ ഒരു സെൽഫ് ലവ് ആണ്, സെൽഫ് കോൺഫിഡൻസ് ആണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് നീ ഒന്നും ചെയ്യണ്ട, നീ വീട്ടിലിരുന്നാൽ മതി, നിന്നെ ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ലൈഫിൽ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. എല്ലാ ആളുകൾക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാവുക. അപ്പോൾ അവരെ ഫ്രീഡത്തെ തടയാതിരിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. മനസ്സിലായോ? ഇതുപോലെ തന്നെ ഭർത്താവിന്റെ കാര്യത്തിലാണെങ്കിലും, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ ഞാൻ പറയുന്നത് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഭർത്താവിനെയും തടഞ്ഞു വെക്കരുത്. പരസ്പരം രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളുണ്ടെങ്കിൽ, പാഷൻ ഉണ്ടെങ്കിൽ, ബിസിനസ് ആവട്ടെ എന്താവട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ മാരീഡൊക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ, പഴയ സുഹൃത്തുക്കളുമായിട്ടുള്ള കോണ്ടാക്ട് കട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കുക. ആ കോണ്ടാക്ട് ഇടയ്ക്കെങ്കിലും ഒക്കെ നിലനിർത്തുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ മാരേജ് കഴിഞ്ഞതിന് ശേഷം കോണ്ടാക്ട് നിർത്തലാക്കാതിരിക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂ ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് കുറക്കാം, അതിന് പ്രശ്നമല്ല. പക്ഷെ തീരെ ഇല്ലാതാക്കുന്നത് മോശം പരിപാടിയാണ്. അതങ്ങനെ ചെയ്യരുത്. പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, അല്ലേ, കല്യാണം കഴിഞ്ഞു അവൻ്റെ സ്വഭാവം മാറി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു അവളുടെ സ്വഭാവം മാറി, ഇപ്പം അങ്ങനെ വിളിക്കാറൊന്നുമില്ല എന്നൊക്കെ പറയുന്ന, അത് പലർക്കും ഒരു വിഷമമാണ്. സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് കല്യാണം കഴിയുമ്പോഴേക്കും വിളിക്കാതാവുമ്പോൾ പലർക്കും അത് വിഷമം ഉണ്ടാക്കുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബന്ധങ്ങൾ പെട്ടെന്ന് കട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കല്യാണം കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ലൈഫിലോട്ട് ഒരാൾ വരുന്ന സമയത്ത്, ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, അവർക്ക് അവരുടെ വീട്ടുകാരെ വിളിക്കാനുണ്ടായിരിക്കും, അവരുടെ ഫാമിലി മെമ്പേഴ്സിന് വിളിക്കാനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാൾ വിളിക്കുകയാണ്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഭാര്യ വിളിക്കുകയാണ് ഭാര്യയുടെ വീട്ടുകാരെ. അപ്പോൾ ഭർത്താവിന് നീ എന്തിനാ ഇത്രയും നേരം സംസാരിക്കുന്നത്, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർ കുറച്ചു നേരം സംസാരിച്ചോട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ ഭർത്താവ് വേറെ ആരെങ്കിലും അവരുടെ റിലേറ്റീവ്സിനെ വിളിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ എന്തിനാ ഇത്രയും സമയമൊക്കെ അവരോട് സംസാരിക്കുന്നത്, നിങ്ങൾ എൻ്റെ അടുത്ത് ഇത്രയും സമയം സംസാരിക്കാറില്ലല്ലോ
പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള രീതിയിലുള്ള ആ ഒരു പൊസീവ്നെസ്സും ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല റിലേഷൻഷിപ്പിലോട്ട്. കാരണം അവർ നമ്മളുടെ മാത്രമല്ല, അവർക്ക് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്, അവരെ ഡീൽ ചെയ്യേണ്ടി വരും, അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കുന്നത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ എടുക്കുമ്പോൾ അത് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഒരു എന്താ പറയുക, അനുവാദം കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ല, അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതിനെ ചൊല്ലിയിട്ട് വഴക്കിടാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓവറായിട്ട് ട്രൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് നെഗറ്റീവ് ഉണ്ട്, അത് ചെയ്യുന്നത് മൂലം ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 1-2 തവണയൊക്കെ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരോട് പറയാം. അത് പറഞ്ഞിട്ടും അവരത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മാറാൻ തയ്യാറല്ല എങ്കിൽ വീണ്ടും അവരത് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക, കൺട്രോൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനെയാണെങ്കിലും ഭർത്താവ് ഭാര്യയാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും റിലേഷൻഷിപ്പിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വിട്ടുകൊണ്ട് ജീവിതത്തിൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 6 കാര്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് നാൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിവേ താങ്ക് യു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്തേ.